പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും കൗമുദി ടീമിൻ്റെ ജൈത്ര യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഒപ്പിയെടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചു. ഒരുപാട് അതിഥികളെ കാട്ടിൽ വിടുന്നതൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാനോ പറയാനോ കഴിയില്ല. കാരണം അത്രയ്ക്ക് വ്യത്യസ്തമായ യാത്രയായിരുന്നു ഞങ്ങളുടെ യാത്ര. മഴയിലും നനഞ്ഞു കുതിർന്ന ഒരു യാത്ര, വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ അനുഭവങ്ങളായിരുന്നു നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇന്നും അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്രയാണ്. ആ യാത്രക്കിടയിൽ ആദ്യത്തെ കോള് അല്ലെങ്കിൽ ആദ്യത്തെ അതിഥി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്ത് ഐരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചേട്ടൻ്റെ വീട്ടിൽ കോഴിക്കോട്ടിനകത്ത് ഒരതിഥി വന്ന് രാവിലെ തൊട്ടേ കാപ്പി കുടിക്കാനിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത്. അദ്ദേഹം പറയുന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം കല്ലമ്പലത്തിനടുത്തുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ച് ഉടനെ അരമണിക്കൂർ പോലും എടുക്കാതെ നമുക്ക് ആ സ്ഥലത്ത് എത്താൻ കഴിയും. നമ്മളിപ്പോൾ ആ സ്ഥലത്ത് ആ വീട്ടിലാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം. നമ്മുടെ വീടിൻ്റെ ഗേറ്റിനകത്ത് നമ്മൾ കടന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം ആ അതിഥി ആരാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനുള്ള വ്യത്യസ്തനാണോ എന്ന്. അദ്ദേഹം പറഞ്ഞത് കറുത്ത ഒരു മൂർഖനാണെന്നാണ്. കറുത്ത മൂർഖൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ കറുത്ത മൂർഖന്മാരെ കേരളത്തിൽ കാണാമെങ്കിൽ. എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം നമ്മുടെ അതിഥി. കോഴിക്കോടിൽ കോഴിയെ പേടിപ്പിച്ച് റെസ്റ്റ് എടുക്കുന്ന അതിഥി ആരാണ്? എവിടെ? പുറകിലാണോ? കാണാൻ വരുന്നുണ്ടോ? പോയാ ആ കൂട്ടോ? ഈ കൊച്ചു കൂടോ? കൊച്ചു കൂട്ടാണോ? ഉണ്ടല്ലേ അല്ലേ? ഇതാണ്. എന്തായാലും നമ്മൾ അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിന്നിലെത്തി. അപ്പോൾ അവർ പറഞ്ഞത് ഈ കോഴിക്കൂട്ടിന്, അതൊരു കോഴിയൊന്നുമുള്ള കൂടാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ കോഴിക്കൂട്ടിനകത്ത് അതിഥി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ കൂട്ടിനകത്ത് അദ്ദേഹം ഇരിപ്പുണ്ടോ, അദ്ദേഹം പോയോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്തായാലും അവരുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല, അദ്ദേഹമുണ്ട്. അദ്ദേഹം 2 പൂച്ചക്കുഞ്ഞ് ഇതിനകത്തുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പൂച്ചയും തള്ളയും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കുഞ്ഞുമില്ല, തള്ളയുമില്ല. എനിക്ക് തോന്നുന്നത് ഇനി തള്ളപ്പൂച്ച രക്ഷപ്പെട്ടോ എന്നറിയില്ല. പക്ഷേ എനിക്ക് കാണാൻ കഴിയുന്നത് കുഞ്ഞു പൂച്ച നമ്മുടെ അതിഥിയുടെ വയറ്റിലുണ്ട്. കാരണം വയറ് നന്നായിട്ട് വീർത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ അതിഥി കൂട്ടിനകത്ത് റെസ്റ്റ് എടുക്കുന്നത്. കാണൂ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഇരിക്കുന്ന ആ ഒരു രീതി നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. നമുക്ക് കാണാം, അവർ ഈ വീടിൻ്റെ ഓണർ ചേട്ടനും ഫാമിലി ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ ആ തള്ളപ്പൂച്ചയും കുഞ്ഞിനെയും കൂട്ടിനകത്തിട്ട് അടച്ചു. പക്ഷേ ഒരു അപ്പുറത്തെ കൂടിൽ എന്തായാലും ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു പാമ്പിൻ്റെ വയറ് വീർത്തിരിക്കുന്നു. നമ്മൾ അതിഥിയുടെ വയറ്, അത് ഒരു പൂച്ചക്കുഞ്ഞായിരിക്കാം. പക്ഷേ തള്ളപ്പൂച്ചതിനകത്ത് ചാടി ഓടി അടുത്തൊരു കുഞ്ഞു പൂച്ച ഇതിനെയും കടിച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് അഴുകി തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാമ്പ് കടിച്ച് തന്നെയാണ്, ഇപ്പോൾ അഴുകി മണമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട നമ്മുടെ അതിഥിയെ നമുക്ക് പുറത്തേക്ക്.
എന്തായാലും നമ്മൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ യാത്ര അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഇവർ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ അടുത്തുണ്ടായിരുന്നു, പെട്ടെന്ന് വന്നു, നമ്മൾ അതിഥിയെ കണ്ടു, നമ്മൾ കീഴടക്കി എന്ന് പറയുന്നതായിരിക്കില്ല ശരി. നമ്മൾ അദ്ദേഹത്തിന് പിടികൂടി. ഇതാ നോക്കൂ, ഒരു 6 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ പെൺ മൂർഖൻ പാമ്പാണ്. നമുക്ക് നമ്മുടെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നോക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഭക്ഷണമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞ് തന്നെ ആയിരിക്കും. 2 പൂച്ചക്കുഞ്ഞിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കാണുന്നില്ല, അപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് തന്നെ ആയിരിക്കും ഇത്. അദ്ദേഹം മിക്കവാറും ഇപ്പം കക്കും, മിക്കവാറും അതിനെ ഉമയ്ക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് കക്കാനുള്ളൊരു ആരംഭമുണ്ട്. പക്ഷെ കക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമ്മുടെ ഈ അതിഥി ഇന്ന് ഇപ്പം അദ്ദേഹം ആ ചേട്ടൻ വന്നു, പൂച്ചയുടെ അനക്കമില്ലാതെ കൂട് തുറന്നിങ്ങനെ തലയിട്ട് നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് ഇങ്ങനൊരു അതിഥി ആ മൂലക്കിരി. പക്ഷേ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു പാമ്പാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം കൂടടച്ച് കുറ്റിയിട്ടു. പക്ഷെ അബദ്ധവശാൽ ഇതൊരു കോഴിക്കൂടായിരുന്നുവെങ്കിൽ, കോഴിക്കൂടിനകത്ത് മുട്ടയിടുന്നിരുന്നുവെങ്കിൽ ഇദ്ദേഹം ചിലപ്പോൾ അറിയാതെ കൈ അങ്ങോട്ട് കൊടുക്കും. അപ്പോഴേ അദ്ദേഹം പാമ്പിൻ്റെ കടി ആ കൈയിലേക്ക് കേൾക്കാം. പക്ഷേ അങ്ങനൊരു അപകടത്തിൽ നിന്ന് എന്തായാലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ആ സംശയം തോന്നിയുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് കൈയിട്ടില്ല. എന്തായാലും അദ്ദേഹം കൈ പിൻവലിച്ചതിന് ശേഷം കൂടടക്കുകയാണ് ചെയ്തത്. എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ കൂട്ടുകാരനെ. ശ്രദ്ധിച്ചാലേ നമുക്ക് ഇദ്ദേഹത്തിന് ബോട്ടിൽ അടയ്ക്കാൻ പറ്റും. കാരണം ഛർദ്ദിക്കാതിരുന്നാൽ ശരിയാകത്തില്ല. കാരണം ഛർദ്ദിച്ചാൽ മാത്രമേ ബോട്ടിൽ അടച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് കുപ്പിക്ക് ബോട്ടിലിനകത്ത് വെച്ച് ഛർദ്ദിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടൽ വായിലിട്ട് ഇത് കുരുങ്ങിയിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിക്കാം. അതുകൊണ്ട് കക്കിയതിന് ശേഷം മാത്രമേ നമുക്കതിനെ അടയ്ക്കാൻ കഴിയുള്ളൂ. ഇതെല്ലാം കക്കാനുള്ള ശ്രമമാണ്. എന്തായാലും നമ്മുടെ അതിഥി നമ്മൾ പിടികൂടി. അദ്ദേഹം കഴിച്ചതിൻ്റെ ഭക്ഷണം അദ്ദേഹം ഒമക്റ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടന്ന പൂച്ചക്കുഞ്ഞായിരുന്നു. പക്ഷേ പൂച്ചക്കുഞ്ഞാണെങ്കിൽ അത് ഇന്നലെ രാത്രി കഴിഞ്ഞ രാത്രി ഒന്നും പിടിച്ച കുഞ്ഞല്ല, അല്ല ഭക്ഷണമല്ല. കഴിഞ്ഞ പകലോ അതിന് മുന്നേ പിടിച്ചാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തലയൊക്കെ വേർപെട്ട് ഭക്ഷണം ഡൈജസ്റ്റ് ആയി തുടങ്ങിയിരുന്നു. സാധാരണ ഒരു വലിയ ഭക്ഷണമൊക്കെ പാമ്പുകൾ കഴിച്ചാൽ 36 മണിക്കൂറെങ്കിലും വേണം. 16 മണിക്കൂർ അങ്ങോട്ടത് അഴുകി തുടങ്ങും. എങ്കിലും ഡൈജസ്റ്റ് ആകണമെങ്കിൽ 36 മണിക്കൂറെങ്കിലും ആകണം. പക്ഷേ ഇതൊരു 10-24 മണിക്കൂർ കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 5 അടിയിലേറെ നീളമുള്ള ഒരു പെൺ മൂർഖൻ പാമ്പിനെയാണ് നമ്മൾ പിടികൂടിയത്. നമ്മൾ സമയം കളയുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് ഭക്ഷണം ഒമക്റ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കടിക്കാൻ, ശരീരത്തിന് പെയിൻ ഉണ്ടാവുമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ കടിക്കാനുള്ളൊരു ടെൻഡൻസി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പാമ്പുകളെ, മൂർഖൻ പാമ്പുകളെ നാഗത്തെ കണ്ടതാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് സമയം കളയാതെ ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കുന്നു. അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്ര ആരംഭിക്കും. എന്തായാലും നമ്മൾ തേടി വന്ന അതിഥിയെ നമ്മൾ പിടികൂടി ബോട്ടിലാക്കി, സേഫായിട്ട് ബോട്ടിലാക്കി. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത്, ഈ ബോട്ടിൽ ചെറുതാണെന്ന് വിചാരിക്കേണ്ട, ബോട്ടിൽ വലുത് തന്നെയാണ്. പാമ്പുകൾക്ക് ഒരു ചെറിയ മാളം മതിയുള്ളൂ. ഇത്രയും വലിയ പാമ്പുകൾക്ക് ചെറിയ മാളങ്ങൾ. ഇപ്പോൾ നമ്മളൊരു വലിയ 10 അടിയോ അല്ലെങ്കിൽ 20 അടിയുള്ള ഒരു ബെഡ്റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു പാമ്പിനെ തുറന്നു വിട്ടാൽ പാമ്പ് വന്നു അയ്യോ വലിയ 20 അടി വിശാലമായ ബെഡ്റൂം എന്ന് പറഞ്ഞ് വന്ന് വിശാലമായിട്ട് കിടക്കാനൊന്നും പോകുന്നു. ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പതുങ്ങിയിരിക്കുകയുള്ളൂ. അപ്പോൾ എന്തിനാ നമ്മൾ ഈ അതിഥിയെ പിടിക്കുന്ന എൻ്റെ കണ്ണിലേക്കൊരു ചെറിയ സംഭവം കാണാൻ. ഇത് നോക്കൂ, ഇതൊരു ചട്ടയാണ്. ഇതൊരു പാമ്പുകളുടെ ചട്ടയാണ്, ചുവർപ്പാമ്പിൻ്റെ ചട്ട. ചുവർപ്പാമ്പ് അഥവാ ചുരുട്ട എന്നറിയപ്പെടുന്ന പാമ്പുകളുടെ സ്കിൻ പൊഴിക്കുന്ന, നല്ല ഉറപ്പൊഴിക്കുന്നു എന്ന് പറയും, ചട്ടയാണ്. ഭയപ്പെടേണ്ട. തേക്കാത്ത വീടുകളിൽ നമ്മൾ പ്രേക്ഷകരെ എപ്പോഴും ശ്രദ്ധിക്കുക, ഭിത്തി തേക്കാത്ത ചുവരുകളിലൊക്കെ ഈ ചട്ട ഇരിക്കുകയാണ്. ഇതിപ്പോൾ പഴയ വെട്ടുകല്ലാണ്. അത് ഇപ്പോൾ ഈ ഇതിലേക്ക് ചെറിയ ചെറിയ മാളങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വെട്ടുകലിനകത്ത് മുഴുക്കാൻ സഞ്ചരിക്കാം. അതുപോലെ അതിന് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് സിമെൻറ്റ് ബ്ലോക്ക് അഥവാ താബൂക്ക് ആണ്. അപ്പോൾ ഈ താബൂക്കിനകത്ത് ഹോളുണ്ടാകുമ്പോൾ ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ
ഈ ഹോളിനകത്ത് ഇരിക്കാൻ നല്ല ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വീടിനകത്തൊക്കെ താമസിക്കുന്ന വീടുകൾ, തേക്കാത്ത വീടുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ കാണുന്ന ഈ ഹോളുകൾ ചെളി വെച്ചോ അല്ലെങ്കിൽ സിമൻറ്റ് വെച്ചോ അങ്ങ് അടയ്ക്കണം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്രയാണ്. അടുത്ത അതിഥി വ്യത്യസ്തനാണെന്ന് നോക്കാം. അടുത്ത സ്ഥലത്തേക്ക് ഇവരോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് വളരെ ദൂരെയൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇടവ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെൺകുളം എത്തേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റിലേക്ക് തിരിയുന്ന ഒരു സ്ഥലത്ത് ഒരു ഓട്ടോ ചേട്ടൻ്റെ വീട്ടിൽ ഒരു അതിഥി വലയിൽ കുരുങ്ങിയതായിട്ട് രാവിലെ അദ്ദേഹം വിളിച്ച് പറഞ്ഞു. അതാണ് കത്തിരിയൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ രാവിലെ അദ്ദേഹം പറഞ്ഞ് വലയിൽ കുരുങ്ങി കിടന്നത്. കാരണം ഈ വീടുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു ആട്ടിൻ്റെ കൂട്ടിൻ്റെ താഴെ വലയിൽ ഒരു അതിഥി കുടുങ്ങുകയുണ്ടായി. അദ്ദേഹം മൂർഖനായിരുന്നു, സർപ്പമായിരുന്നു. അന്ന് ഞാൻ അതിനെ വന്ന് വലയിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ഇന്നും അദ്ദേഹം രാവിലെ വിളിച്ചു, ഇങ്ങനെ ഒരു അതിഥി വലയിൽ കുരുങ്ങി, കോഴിയെ വളർത്താനിട്ടിരിക്കുന്ന വലയിൽ കുരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കത്തിരി നേരത്തെ കയ്യിലെടുത്ത് വെച്ചു. വലയിലായതുകൊണ്ട് കത്തിരി നേരത്തെ എടുത്ത് വെച്ചു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇനി നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്നേക് മാസ്റ്റർ ടീമിന് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, അത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ട് പരിചയപ്പെട്ട ആളാണോ, സ്നേക് മാസ്റ്റർ ടീം ഒത്തിരി പ്രാവശ്യം കണ്ട ആളാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വീട്ടിൻ്റെ പിന്നിലായിരിക്കാം. കാരണം അവിടെയാണ് അത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ആട്ടിൻ്റെ കൂടുതൽ അതിഥി കുടുങ്ങിയത് വീട്ടിൻ്റെ പിന്നിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ ചേട്ടനുണ്ട്, നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു, നമ്മുടെ അതിഥിയെ കണ്ടു. നമ്മുടെ അതിഥി നമ്മുടെ പ്രേക്ഷകർ കാണുക. നമ്മുടെ അതിഥി ഈ വലയിൽ കുരുങ്ങി കിടക്കുന്ന ഒരു അതിഥിയാണ്. പക്ഷേ അദ്ദേഹം വ്യത്യസ്തനൊന്നുമല്ല. നമ്മുടെ അതിഥി എന്ന് പറയുന്നത് അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥിയാണ്. നോക്കൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്നലെ രാത്രി സന്ധ്യയുടെ അടുത്ത് കുരുങ്ങിയതാണെന്ന്. അദ്ദേഹത്തൊക്കെ നല്ല അതിൻ്റെ വള്ളി അല്ലെങ്കിൽ ആ വലയുടെ വള്ളി കുരുങ്ങിയിട്ട് നല്ല അകത്തേക്ക് മുറിഞ്ഞിരിക്കുന്ന പാടുകളാണ് കാണുന്നത്. എന്തായാലും നമുക്ക് സമയം കളയണ്ട, നമ്മുടെ അതിഥിയെ നമുക്കൊന്ന് ആ വല വെട്ടി ഒന്ന് രക്ഷിക്കാം. വെട്ടി കുരുക്ക് നമ്മളെടുത്ത് കഴിഞ്ഞു. കാണാം, ഏകദേശം 3 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ പെണ്ണണലി തന്നെയാണ്. ഏകദേശം ഒരു 3 വയസ്സിന് മുകളിൽ 3-നും 4-നും ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണണലി തന്നെയാണ്. നോക്കാം, ഇദ്ദേഹത്തിൻ്റെ തല കണ്ടാൽ നമുക്കറിയാം, വാലിൻ്റെ ഭാഗം കണ്ടാൽ അറിയാം. ഈ വർഷം ഇദ്ദേഹം കഴിഞ്ഞ വർഷം മാറ്റിങ് കഴിഞ്ഞ് പ്രസവിച്ച അമ്മ അണലിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇവിടെ വയറ്റിൻ്റെ ഇവിടെയൊക്കെ നല്ല ഈ കുരുക്കിൽ അകപ്പെട്ടിട്ട് ചെറിയ ക്ഷതമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ, ഇതേ സെയിം ആൾക്കാരെ. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. അതുപോലെ തലയും നമുക്ക് കാണാം. തലയുടെ മുതൽ എപ്പോഴും നമ്മൾ ആൾക്കാർ അറിയേണ്ടത് പെരുമ്പാമ്പിൻ്റെയും അണലിയുടെയും ഡിസൈൻ രണ്ട് ഇതാണ്. കാരണം പെരുമ്പാമ്പിൻ്റെത് വലിയ പതിഞ്ഞ വട്ടവും ഇത് തെളിഞ്ഞ വട്ടമാണ്. ചേനയുടെ തണ്ടുള്ള തെളിഞ്ഞ വട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കണ്ടുവരുന്നത്. അതുപോലെ ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ഇതുപോലെ പാമ്പുകൾ വലയിൽ അകപ്പെടുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈസി ആയിട്ട് പോയി ഇങ്ങനെ വല പിടിച്ച് വെട്ടരുത്. അത് അപകടമാണ്. നമുക്കൊക്കെ പിന്നെ ഒരുപാട് അപകടപ്പെടുത്തിപ്പെട്ട പാമ്പുകളെ രക്ഷിച്ച എക്സ്പീരിയൻസും, അതുമാത്രമല്ല ഒരുപാട് കടികളേറ്റതിൻ്റെ എക്സ്പീരിയൻസും, അതുപോലെ ഒരുപാട് പ്രാവശ്യം ക്രിട്ടിക്കലായി കിടന്നതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ചേനത്തണ്ടതോ വട്ടക്കൂറയോ നമ്മൾ ഈസി ആയിട്ട് കയറുന്നത്. ഇത് കണ്ട് ആരും അനുകരിക്കരുത്. നമുക്ക് ഇദ്ദേഹത്തിനെ എടുത്ത് വീടിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല മുറിവുണ്ട്. മുറിവല്ല, വല കുരുങ്ങിയൊരു പാടുണ്ട്. പക്ഷേ
നോക്കുക. നമ്മൾ സാധാരണ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടതുപോലെയുള്ള ഒരു അണലിയല്ല ഇത്. ഇതിൻ്റെ കളർ പേരൊന്നും തന്നെയാണ് അണലി അഥവാ റസൽ സോയ് പ്രധാന ചേനത്തന്നെ തന്നെയാണ്. പക്ഷേ ദേഹത്ത് കളറിന് ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. അല്ല, ഫീമെയിൽ പെണ്ണാണ്. വേറെ അപകടമൊന്നുമില്ല. ഈ വർഷം അദ്ദേഹം ഇണചേർന്ന് പ്രസവിച്ച ലക്ഷണം ഈ പതിഞ്ഞ ഭാഗം കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞൻ അതിഥിയെ റസൽസ് വൈപ്പറിനെ ചേനത്തണ്ടനെ വട്ടക്കൂറയെ നമുക്ക് ബോട്ടിലാക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പുതിയൊരു അതിഥിയെ തേടിയുള്ള യാത്ര, അടുത്ത സ്ഥലത്തിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി. ഒരുപാട് കോളുകൾ മൊബൈലിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സമയം കളയുന്നില്ല. ഈ അതിഥിയെ ബോട്ടിലാക്കി ഈ പാമ്പിനെ വളർത്തിയ ചേട്ടനോട് നന്ദി പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.